എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. എല്ലാവരും ക്രിസ്മസ് ആഘോഷം കൊണ്ട് നിറവിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് ദിവസങ്ങളായി പുതിയ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് ഇതാ വീണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മറ്റൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. ഏവർക്കും ജോസിസ് വ്ളോഗ്സിന്റെ ഈ ഒരു മറ്റു കുഞ്ഞ് എപ്പിസോഡിലോട്ട് സ്വാഗതം. യൂറോപ്യൻ രാജ്യങ്ങളോട് നാം എത്തിക്കഴിഞ്ഞാൽ വീട് പോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ഒരു അടിസ്ഥാന കാര്യമാണ് വാഹനം. പ്രത്യേകിച്ച് ഫാമിലിയുമായിട്ട് ഇങ്ങോട്ട് വരുന്നവർ, തങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിടുന്നവരും, ജോലിക്ക് പോകുന്നവരും, മറ്റ് പ്രധാനപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും അടിസ്ഥാന ഘടകം തന്നെയാണ് വാഹനം. നാട്ടിൽ നിന്നോ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നോ ഇങ്ങോട്ടേക്ക് വരുന്നവർ, നിങ്ങൾക്ക് ലൈസൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കുക. രണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാക്ട് കൂടി നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്. ഈ ഇന്റർനാഷണൽ ലൈസൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അയർലൻഡിൽ 1 വർഷം വാഹനം ഓടിക്കാനുള്ള അനുവാദമുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാക്ട് എന്തിനാണെന്ന് വെച്ചാൽ, നോർമലി റോഡ് ടെസ്റ്റിന് മുമ്പായിട്ട് നമ്മൾ 12 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഈ ഇന്റർനാഷണൽ ലൈസൻസും എക്സ്ട്രാക്റ്റും നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 12 ക്ലാസ് എന്നുള്ളത് 6 ക്ലാസ്സാക്കി വെട്ടിച്ചെടുക്കാനുള്ള അപ്രൂവൽ നമുക്ക് ലഭിക്കും. ഐറിഷ് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് നാട്ടിൽ പോലെ തന്നെ ഒരു തിയറി ടെസ്റ്റിന് അപ്ലൈ ചെയ്യുന്നുള്ളതാണ്. ഈ തിയറി ടെസ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് www.rsa.i എന്ന വെബ്സൈറ്റ് മുഖേനയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള ടെസ്റ്റ് സെൻറ്ററും ഡേറ്റ്സ് ഒക്കെ നമുക്ക് ഓപ്ഷനായിട്ട് കിട്ടും. നമുക്ക് ഏത് ടെസ്റ്റ് സെൻറ്റർ വേണമെങ്കിലും സെലക്ട് ചെയ്യാം, ഡേറ്റ് സെലക്ട് ചെയ്യാം. ഏകദേശം ഒരു 45 യൂറോയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. ടെസ്റ്റ് ഡേറ്റ് എടുത്ത ശേഷം നമ്മൾ ചെയ്യേണ്ട അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഈ ടെസ്റ്റിന് നമ്മളെ സഹായിക്കുന്ന ക്വസ്റ്റിനുള്ള നിരവധി ആപ്ലിക്കേഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഞാൻ സെലക്ട് ചെയ്തത് DTT എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഏകദേശം അതും പെയ്ഡ് ആപ്ലിക്കേഷൻസ് ആണ്. ഒരു 14 യൂറോളം ചാർജ് വരുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ചാർജ് ചെയ്ത ശേഷം ഏകദേശം ഒരു 800 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അതിനകത്ത് ഉണ്ടാവുക. ഞാൻ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, അതിനകത്ത് 800 ക്വസ്റ്റ്യൻസ് ആദ്യമേ ഒന്ന് വായിച്ചു. പിന്നീട് ഞാൻ ചെയ്തത് അതിൻ്റെ അകത്ത് ഒഫീഷ്യൽ മോക്ക് ടെസ്റ്റുകളുണ്ട്. ഒരു 40 ക്വസ്റ്റ്യൻസ് വരുന്ന ഒഫീഷ്യൽ മോക്ക് ടെസ്റ്റ് ഉണ്ട്. ഡെയിലി 1-2 പ്രാവശ്യം ചെയ്യുക. ഇങ്ങനെ 1-2 പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഒരേ ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ നമ്മോട് ചോദിക്കും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസുകളുണ്ട്. ഇങ്ങനെ കണ്ടിന്യൂസ് നമുക്ക് ചെയ്യുമ്പോൾ എക്സാക്റ്റ് ആൻസർ നമുക്ക് കണ്ടെത്താൻ വളരെ ഈസി ആയിരിക്കും. ഈ തിയറി ടെസ്റ്റ് പാസ്സായ ശേഷമുള്ള അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ലേണർ പെർമിറ്റിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ ലേണർ പെർമിറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ്, നമ്മുടെ കണ്ണ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിപ്പോർട്ട്, PPS കാർഡ്, നമ്മുടെ അഡ്രസ് പ്രൂഫ് കാണിക്കുന്ന ഏതെങ്കിലും യൂട്ടിലിറ്റി ബിൽസ് എന്നിവ ഉപയോഗിച്ച് ഒന്നല്ലെങ്കിൽ NDLSന്റെ ഓൺലൈൻ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ NDLSന്റെ ഓഫീസിൽ അപ്പോയിൻമെന്റ് എടുത്ത് എന്നോ നമുക്ക് ലേണർ പെർമിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏകദേശം 35 യൂറോയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. ഇങ്ങനെ അപ്ലൈ ചെയ്ത ശേഷം 2-3 ആഴ്ചക്കുള്ളിൽ നമുക്ക് ലേണർ പെർമിറ്റ് കാർഡ് കിട്ടുന്നതാണ്. ഈ ലേണർ പെർമിറ്റ് കിട്ടി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റിന്, അതായത് ഒഫീഷ്യൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഈ ഒഫീഷ്യൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. ഡ്രൈവിംഗ് അറിയുന്നവരാണെങ്കിലും ഇല്ലെങ്കിലും കൂടി നമ്മളിവിടെ തീർച്ചയായിട്ടും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 6 ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതിയായിരിക്കും. ലൈസൻസ് ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും 12 ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലൈസൻസ് ഇല്ലാത്തവർക്ക് 6 മാസത്തിന്, അതായത് ലേണർ പെർമിറ്റ് കിട്ടി 6 മാസത്തിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ളവർ തങ്ങളുടെ ക്ലാസ്സുകൾ 6 ക്ലാസ്സുകളാക്കി വെട്ടിച്ചിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോസസ്സ് എങ്ങനെയാണ്, വെബ്സൈറ്റിൽ ഫോറിൻ ലൈസൻസ് ഹോൾഡേഴ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഫോം ഉണ്ട്. ആ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ലൈസൻസിൻ്റെ ഒറിജിനലും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ എക്സ്ട്രാക്റ്റ് ഒറിജിനലും വെച്ച് കോർക്കിലെ ഓഫീസിൻ്റെ അഡ്രസ്സിന് ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആ കോർക്കിലെ ഓഫീസിലോട്ട് അയക്കുക. ഓഫീസിലേക്ക് അയച്ച് ഏകദേശം ഒരു 1-1.5 മാസത്തിനുള്ളിൽ നമുക്ക് അവിടെ നിന്ന് ഒരു അപ്രൂവൽ ലെറ്റർ വരുന്നതാണ്. ഈ അപ്രൂവൽ ലെറ്റർ കിട്ടി നമുക്ക് ഉടനെ തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഡ്രൈവിംഗ് ട്യൂട്ടേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റെഫറൻസ് വഴിയോ, അതും അല്ലെങ്കിൽ RSAയുടെ വെബ്സൈറ്റിൽ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. നമുക്ക് ഏതെങ്കിലും സ്കൂൾ സെലക്ട് ചെയ്ത് ഇങ്ങനെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ശേഷം നമുക്ക് ടെസ്റ്റ് ഡേറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് RSAയുടെ വെബ്സൈറ്റ് വഴിയാണ് ടെസ്റ്റ് ഡേറ്റിന് അപ്ലൈ ചെയ്യേണ്ടത്. നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാവും. ആ അക്കൗണ്ടിൽ നമ്മൾ ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്തുള്ള എല്ലാ പ്രൂഫും അതിനകത്തുണ്ട്. അറ്റൻഡ് ചെയ്ത ശേഷം നമുക്ക് RSAയുടെ വെബ്സൈറ്റ് വഴി ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് കിട്ടാനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നാട്ടിൽ നിന്ന് നാം ഇങ്ങോട്ടേക്ക് എത്തി, പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് വരുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ വണ്ടി എടുക്കും. ഇവിടെ ഇന്റർനാഷണൽ ലൈസൻസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ വണ്ടി ഇൻഷുറൻസ് ഒക്കെ എടുക്കും. നമുക്കറിയാം, നമുക്ക് അന്നേരത്തെ നമ്മുടെ ഇൻഷുറൻസ് എമൗണ്ട് എന്ന് പറയുന്നത് നല്ലൊരു എമൗണ്ട് നമ്മൾ മാസാമാസം ഇൻഷുറൻസിനായിട്ട് കൊടുക്കേണ്ടതുണ്ട്.
നമ്മുടെ ലേണർ പെർമിറ്റ് കിട്ടിയ ശേഷം നമുക്ക് ഇൻഷുറൻസ് എമൗണ്ട് നല്ലൊരു കുറവ് വരുന്നുണ്ട്. ഫുൾ ലൈസൻസ് കിട്ടിയ ശേഷം നമുക്കൊരു ഇൻഷുറൻസ് എമൗണ്ട് കുറവ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് പെട്ടെന്ന് തന്നെ ലൈസൻസ് എടുക്കാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ഇൻഷുറൻസിൽ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ കാണണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു കുഞ്ഞു വിഷയമായിട്ട് ജോസിസ് വ്ലോഗ്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ബൈ. Peace and joy of Christmas. 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 Innil tirunnaale mannil perunaale mannum vinnum onnai cheerum santoshattin raavu manjaninya raavu unni vanna raavu kannum kaadum onnai cheerum aanandathin raavu immaru veelai nammodu koode ennennum vaadaanu ninnodu cheernu mannum vinnum aamodathin gaaram paadiyum onnunna happy 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 Christmas merry 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 Christmas happy 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 Christmas merry 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 merry